തിരുവനന്തപുരം മേയറും കെ.എസ്.ആർ.ടി.സി ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന്റെ നിർണായക സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു. പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് കാർ ബസ്സിന് കുറുകെയിട്ട ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. തർക്കത്തിൽ പ്രതികരണവുമായി മേയർ ആര്യ രാജേന്ദ്രൻ രംഗത്ത് വന്നു. വാഹനത്തിന് സൈഡ് തരാത്തതുമായി ബന്ധപ്പെട്ട തർക്കം മാത്രമാക്കി കാണരുതെന്നും ഡ്രൈവർ മോശമായി സംസാരിച്ചതായും ആര്യ രാജേന്ദ്രൻ പറഞ്ഞു. ഇത് റോഡ് സൈഡ് തരാത്തൊരു പ്രശ്നമൊന്നുമല്ല, അങ്ങനെ ഒരു പ്രശ്നത്തിൻ്റെ ഭാഗവുമല്ല ഈ വിഷയം എന്നുള്ളത്. അദ്ദേഹം കാണിച്ചിട്ടുള്ള ലൈംഗികപരമായിട്ടുള്ള ഈ വിഷയം ചോദ്യം ചെയ്യപ്പെടണം എന്നുള്ള കാര്യം മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ. ആ പരാതിയിൽ തന്നെ വ്യക്തമായി ഞാൻ പറയുന്നുണ്ട്, എന്നെ കാറിലിരുന്ന എന്നെയും എൻ്റെ സഹോദരൻ്റെ ഭാര്യയെയും അദ്ദേഹം അസഭ്യം കാണിച്ചതുകൊണ്ടാണ്, ലൈംഗിക ചുവയോടുകൂടി അസഭ്യം കാണിക്കുകയും അപകടകരമായ രീതിയിൽ അദ്ദേഹം വാഹനം ഓടിക്കുകയും ചെയ്തതുകൊണ്ടാണ് എൻ്റെ പരാതി. അല്ലാതെ സൈഡ് തരാത്തൊരു പ്രശ്നമേ അല്ല. ഡ്രൈവർ ഞങ്ങളോട് ഷൗട്ട് ചെയ്യുകയും അദ്ദേഹം ഈ ലഹരി പദാർത്ഥം ഉപയോഗിച്ചതിന് ശേഷം പുറത്ത് കളയുകയൊക്കെ ചെയ്യുന്ന സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. ബസ്സിന് കുറുകെയല്ല കാർ കിടക്കുന്നത്, അത് സിഗ്നലാണ്. സിഗ്നലിൽ ആ ബസ്സിന് മുന്നിലേക്ക് വാഹനം പാർക്ക് ചെയ്യുകയും ഞങ്ങൾ ഇറങ്ങിയതിന് ശേഷം വാഹനം മാറ്റിയിടുകയുമാണ് ചെയ്തത്. പോലീസ് വന്നതിന് ശേഷമാണ് ബസ് മാറ്റിയിട്ട് ഡ്രൈവറെ ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ലഹരി ഉപയോഗിച്ചിരുന്ന ഡ്രൈവർ ലൈംഗിക ചുവയോടെ ആംഗ്യം കാണിച്ചു എന്നാണ് മേയറുടെ പുതിയ വാദം. പോലീസ് എത്തിയപ്പോൾ മാത്രമാണ് ഡ്രൈവർ മാന്യമായി സംസാരിച്ചതെന്നും ആര്യ രാജേന്ദ്രൻ പറയുന്നു. എന്നാൽ മേയറുടെ ആരോപണം ഡ്രൈവർ നിഷേധിച്ചിട്ടുണ്ട്. ലഹരി ഉപയോഗിച്ചിട്ടില്ലെന്നും തന്റെ ഭാഗത്ത് തെറ്റുണ്ടായിട്ടില്ലെന്നുമാണ് ഡ്രൈവറുടെ നിലപാട്. വി അരുൺ ചേരുന്നു വിശദാംശങ്ങളുമായി. അരുൺ, ഇന്നലെ നമ്മൾ ഈ സംഭവത്തിന്റെ ഒരു വശം മാത്രമാണ് കണ്ടത്. അതായത് മേയർ ആര്യ രാജേന്ദ്രന്റെ ആ ഒരു ഭാഗത്തുനിന്നുള്ള അവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ഭാഗം മാത്രമാണ് കണ്ടത്. ഇന്ന് ഇതിന്റെ CCTV ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നു. മേയർ വാഹനം കുറുകെയിടുന്ന ദൃശ്യങ്ങൾ വ്യക്തമാണ്. മാത്രമല്ല ഇപ്പോൾ പറയുന്നു ലഹരി ഉപയോഗിച്ചു, ഈ ഡ്രൈവർ ലഹരി ഉപയോഗിച്ചു എന്ന് പറയുന്നു. പിന്നീട് ലൈംഗിക ചുവയോടുകൂടി ആംഗ്യം കാണിച്ചു എന്ന് പറയുന്നു. ഇതൊക്കെ ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഉണ്ടാക്കുന്ന പുതിയ വാദങ്ങളായി ഇതിനെ കാണണോ അരുൺ? രാത്രിയാണ് തിരുവനന്തപുരത്ത് പട്ടം പ്ലാമൂടാണ് ഈ തർക്കത്തിന്റെ തുടക്കം. പ്ലാമൂട് വഴി വരികയായിരുന്നു ആര്യ രാജേന്ദ്രനും കുടുംബവും. സ്വകാര്യ കാറിലായിരുന്നു യാത്ര. ആ കാർ കടന്നു വരുമ്പോൾ KSRTC ബസ് അലക്ഷ്യമായി അപകടമുണ്ടാക്കുന്ന വിധത്തിൽ ഓടിച്ചു വന്നു എന്നാണ് മേയറുടെയും കുടുംബത്തിന്റെയും പരാതി. പലതവണ സൈഡ് നൽകാതെ റോങ് സൈഡ് വഴി കയറി പോകാൻ ശ്രമിച്ചു. അതിനെ തുടർന്നാണ് തർക്കമുണ്ടായത്. പിന്നീട് പാളയം യൂണിവേഴ്സിറ്റി കോളേജിന് മുൻവശം എത്തുമ്പോൾ വാഹനത്തെ സിഗ്നൽ വരികയും അവിടെ വാഹനം കുറുകെ നിർത്തി മേയർ കുടുംബവും കാറിൽ നിന്ന് ഇറങ്ങുകയായിരുന്നു. പിന്നീടാണ് ഡ്രൈവറുമായി തർക്കമുണ്ടായത്. തർക്കമുണ്ടാവുകയും ഡ്രൈവർ മോശമായി പെരുമാറി, തന്നോടും തന്റെ സഹോദര ഭാര്യയോടും മോശമായി പെരുമാറിയെന്നാണ് ആര്യ രാജേന്ദ്രന്റെ പരാതി. അശ്ലീല ചുവയോടെ സംസാരിച്ചു, അശ്ലീല ആംഗ്യം കാണിച്ചു. മേയറും MLAയുമാണ് തിരിച്ചറിഞ്ഞ ശേഷവും അതിന് ഞാൻ എന്ത് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇയാൾ വളരെ മോശമായി പെരുമാറിയെന്ന് ആര്യ രാജേന്ദ്രന്റെ കുടുംബവും ആരോപിക്കുന്നു. മാത്രമല്ല, ഇയാൾ ലഹരി ഉപയോഗിച്ചതിന് തെളിവുണ്ടെന്നും ഇവർ പറയുന്നു. പക്ഷെ പോലീസിന്റെ പരിശോധനയിൽ മദ്യം പോലുള്ള ലഹരി ഉപയോഗിച്ചിട്ടില്ല, മറ്റെന്തോ ലഹരി ഉപയോഗിച്ചു എന്നാണ് ഇപ്പോൾ ഇവരുടെ പരാതി. ഒരു കവർ ഡ്രൈവർ എടുത്ത് കളയുന്ന വിഷ്വലും പുറത്തു വന്നിട്ടുണ്ട്. ഏതായാലും ഇതാണ് മേയറുടെ കുടുംബത്തിന്റെയും പരാതി. ഓവർടേക്കോ അല്ലെങ്കിൽ അങ്ങനെ വാഹനം ഓടിക്കുക ബന്ധപ്പെട്ട തർക്കത്തിലല്ല തന്റെ പരാതി എന്ന് മേയർ ആവർത്തിക്കുന്നു. പകരം മോശം ഭാഷയിൽ സംസാരിച്ചു, അശ്ലീലാംഗ്യം കാണിച്ചു. ഇതാണ് മേയറുടെ പരാതി. ഗതാഗത വകുപ്പിനും ഗതാഗത മന്ത്രിക്കും മേയർ പരാതി നൽകിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസിന് നൽകിയ പരാതിയിൽ പോലീസ് മേയറുടെ മൊഴിയെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഡ്രൈവർ പറയുന്നത് മേയറും കുടുംബവുമാണ് തന്നോട് മോശമായി പെരുമാറിയത്, തന്റെ വീട്ടുകാരെ ഉൾപ്പെടെ മോശമായി സംസാരിച്ചു. MLAയും അതുപോലെ തന്നെ
മേയറുടെ സഹോദരനും അസഭ്യം പറഞ്ഞു തുടങ്ങിയ പരാതികളും ഡ്രൈവർ ഉന്നയിക്കുന്നുണ്ട്. താൻ ലഹരി ഉപയോഗിച്ചിട്ടില്ല, അങ്ങനെ ഉപയോഗിക്കുന്ന ആളുമല്ല എന്നും ഇയാൾ പറയുന്നു. മേയർ എന്നറിഞ്ഞപ്പോൾ പിന്നീട് ഇയാൾ വിളിച്ച് ക്ഷമ ചോദിച്ചു. അത്തരം അതുമായി ബന്ധപ്പെട്ട ശബ്ദ സന്ദേശങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷം രാഷ്ട്രീയ ഇടപെടലിനെ തുടർന്ന് ഇയാൾ കേസുമായി മുന്നോട്ട് പോവുകയാണെന്ന ആരോപണം ഇപ്പോൾ CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഒരു കോൺഗ്രസ് പ്രാദേശിക നേതാവാണ്. അങ്ങനെയാണ് ഇന്നലെ ആദ്യം പരാതി ഇല്ല എന്ന് പറഞ്ഞ ഡ്രൈവർ പിന്നീട് പരാതിയെ മുന്നോട്ട് പോകാൻ കാരണം രാഷ്ട്രീയ ഇടപെടലെന്ന ആരോപണമാണ് CPM കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. ഏതായാലും മേയർക്കും സഹോദര ഭാര്യയ്ക്കുമെതിരെ മോശം ഭാഷയിൽ സംസാരിച്ചതിന് ഡ്രൈവറുടെ പേരിൽ കേസെടുക്കണമെന്ന ആണ് മേയറുടെ കുടുംബത്തിന്റെ ആവശ്യം. പ്രാദേശിക CPM DYFIയും ഒക്കെ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. മറ്റൊരു കാര്യമുള്ളത്, ഈ ഡ്രൈവർക്കെതിരെ നേരത്തെയും സ്ത്രീകളോട് മോശമായി പെരുമാറിയതിന് കേസുണ്ട് എന്നുള്ളത് വന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. 2017 നിയമം പോലീസ് ഇയാൾക്കെതിരെ ഒരു സ്ത്രീയോട് മദ്യപിച്ച് അപമര്യാദയായി പെരുമാറിയതിന് കേസ് ചാർജ് ചെയ്തത്. ലക്ഷ്യമായി വണ്ടി ഓടിച്ചതിന്റെ പേരിലും ഇയാൾക്കെതിരെ പരാതികളുണ്ട്. ഇയാൾ ഒരു സ്വകാര്യ വാഹനം ഓടിക്കുമ്പോൾ KSRTC ബസ്സിൽ ഇടിച്ചതിലും ഇയാൾക്കെതിരെ കേസുണ്ടായിരുന്നു. സ്ഥിരം ഇത്തരത്തിൽ സ്ത്രീകളോട് മോശമായി പെരുമാറുന്ന ആളാണ് യദുകൃഷ്ണൻ എന്ന പരാതിയാണ് ഇപ്പോൾ പ്രധാനമായും ഉയരുന്നത്. മേയർ ഇതിനിടെ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. തന്റെ ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ വാഹനം തടഞ്ഞു നിർത്തുകയോ അല്ലെങ്കിൽ റോഡിന് കുറുകെയിട്ട് പ്രശ്നമുണ്ടാക്കുകയോ ചെയ്തിട്ടില്ല എന്ന്. പക്ഷെ അത് തെറ്റാണെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. വാഹനം റോഡിന് ഈ യൂണിവേഴ്സിറ്റി കോളേജ് എതിർവശത്ത് റോഡിന് കുറുകെ ഇടുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. അത് വാഹനം ഇറങ്ങിയ ശേഷം ഒതുക്കിയിടാൻ പോകുമ്പോൾ അങ്ങനെ വാഹനം ഇട്ടതെന്നാണ് ഇപ്പോൾ വിശദീകരണം. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് KSRTCയുടെ അന്വേഷണം നടക്കുന്നു, പോലീസിന്റെ അന്വേഷണം നടക്കുന്നു. മേയറുടെ പരാതിയിൽ കേസെടുത്തെങ്കിലും യദുകൃഷ്ണൻ നൽകിയ പരാതിയിൽ കേസെടുക്കാൻ ഇതുവരെയും തീർച്ചയായും അതാണ് അറിയേണ്ടത്. ഒരു സാധാരണക്കാരനാണെങ്കിൽ ഇത് നിയമം കയ്യിലെടുക്കാൻ കഴിയുമോ അരുൺ? മേയർ ഇവിടുത്തെ ഗതാഗത നിയമം തന്നെ തെറ്റിച്ചുകൊണ്ട് വാഹനത്തിന് കുറുകെ, ബസ്സിന് കുറുകെ കാറിടുന്നു, യാത്രക്കാരെ ഇറക്കി വിടുന്നു, അതിന്റെ സർവീസ് തടസ്സപ്പെടുത്തുന്നു. സ്വാഭാവികമായും ഈ സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന്, മേയറടക്കമുള്ള സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയതിന് ഇയാൾക്കെതിരെ, ഡ്രൈവർക്കെതിരെ കേസെടുക്കണം. മറുവശത്ത് മേയർ കാണിച്ച, അതായത് ഗതാഗത നിയമം ലംഘിച്ചുകൊണ്ട് ഈ രീതിയിൽ യാത്ര വരെയും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ പെരുമാറുന്നതിന് അവർക്കെതിരെ നടപടി വേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അതായത് ഈ ബസ് അലക്ഷ്യമായി ഓടിച്ചു വരുമ്പോൾ അത് തടയാൻ, അത്തരത്തിൽ അലക്ഷ്യമായി ഓടിച്ചതിനെ ചോദ്യം ചെയ്യാനാണ് വാഹനം ഓടിച്ചു വന്ന കുറുകെ അല്ലെങ്കിൽ തടഞ്ഞു നിർത്തിയെന്നാണ് മേയറുടെ ഭാഷ്യം. സർവീസ് തടസ്സപ്പെടുത്തുകയായിരുന്നില്ല ലക്ഷ്യം. യാത്രക്കാർക്ക് അപകടമുണ്ടാക്കുന്ന തരത്തിൽ വാഹനം ഓടിച്ചതിനെയാണ് ചോദ്യം ചെയ്തത്. അതാണ് പിന്നീട് തർക്കത്തിലേക്ക് മാറുകയും ഈ അസഭ്യം പറഞ്ഞു എന്നടക്കമുള്ള ആരോപണങ്ങൾ ഉയരുകയും ചെയ്യുന്നത്. മേയറുടെ വാഹനം, സ്വകാര്യ വാഹനം റോഡിൽ ബസ്സിന് കുറുകെയിട്ട ദൃശ്യങ്ങൾ വ്യക്തമാണ്. സർവീസ് തടസ്സപ്പെടുത്തിയെന്ന ആരോപണത്തിന് കാരണം ഇതാണ്. പക്ഷേ മേയറും കൂടെയുള്ളവരും പറയുന്നത് വാഹനം അവിടെ നിർത്തി, സിഗ്നലിന്റെ അവിടെ നിർത്തി വാഹനം ഒതുക്കിയിടുകയായിരുന്നു. അതിൽ വാഹനത്തിനുള്ളിൽ കയറിയപ്പോൾ ഡ്രൈവർ സ്വമേധയാ വാഹനം ഓഫ് ചെയ്യുകയായിരുന്നു. സർവീസ് തടസ്സപ്പെടുത്തിയെന്ന് കാണിക്കാനായി ഓഫ് ചെയ്യുകയായിരുന്നു എന്ന ആരോപണവും മേയറും കുടുംബവും ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ ഡ്രൈവർ അതെല്ലാം തള്ളിക്കളയുകയാണ്. താൻ വളരെ മാന്യമായാണ് പെരുമാറിയത്, അവരാണ് തന്നോട് മോശമായി പെരുമാറിയതെന്ന ഒരു വാദമാണ് ഡ്രൈവർ ഉന്നയിക്കുന്നത്. ഈ അവിടെ കൂടിയ നാട്ടുകാരും അതുപോലെ തന്നെ ബസ്സിൽ യാത്രക്കാരുടെയും ഒക്കെ മൊഴി ഇപ്പോൾ പോലീസും അതുപോലെ തന്നെ ഗതാഗത വകുപ്പും എടുക്കുന്നുണ്ട്. അന്വേഷണങ്ങളുടെ കൃത്യമായ വിവരം ലഭ്യമാകും. ഓവർടേക്ക് ചെയ്ത് വന്നത് തർക്കമല്ല, വളരെ അലക്ഷ്യമായി വാഹനം ഓടിച്ചു എന്ന് ഈ യാത്രക്കാരുടെ ഒരു മൊഴി എങ്ങനെയാണ്? യാത്രക്കാർ എന്താണ് ഈ വിഷയത്തിൽ പറയുന്നത്? അവർ ദൃശ്യങ്ങൾ മൊബൈൽ പകർത്തിരുന്നു, ആ ദൃശ്യം ഡിലീറ്റ് ചെയ്യാൻ മേയർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ മേയറുടെ ഭാഗത്ത് തെറ്റുണ്ട് എന്ന് അവർ തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ടല്ലേ ആ ദൃശ്യം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാൻ അവർ ആവശ്യപ്പെട്ടത്? ഈ യാത്രക്കാർ ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് അല്ലെങ്കിൽ KSRTC അധികൃതർക്ക് നൽകിയിട്ടുണ്ടോ? ഇന്ന് മേയർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ആ ദൃശ്യം മേയറോട് മോശമായി ഇയാൾ സംസാരിക്കുന്ന ദൃശ്യമാണ്, അതാണ് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെട്ടത്. അത് പിന്നീട് ഉപയോഗിക്കേണ്ട എന്ന് വിചാരിച്ച് ഡിലീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന ഒരു വാദമാണ് മേയർ ഉന്നയിക്കുന്നത്. അല്ലാതെ മേയറുടെ ഭാഗത്തുനിന്നുണ്ടോ അല്ലെങ്കിൽ മേയറുടെ കുടുംബങ്ങളുടെ ഭാഗത്തിന്റെ മോശം പെരുമാറ്റം ആരെങ്കിലും റെക്കോർഡ് ചെയ്തത് ഡിലീറ്റ് ചെയ്തതല്ല. പകരം ഇയാൾ തന്നെ മോശമായി പെരുമാറി. മേയർ MLA എന്ന് അറിഞ്ഞ ശേഷം ഓട്ടോ ഡ്രൈവർമാരും മറ്റും ഇത് മേയർ മെമ്പറെ പറയുമ്പോഴും ആരായാലും തനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ മോശമായി സംസാരിച്ചു. ആ ഭാഗമാണ് ഡിലീറ്റ് ചെയ്തതെന്നാണ് വാദമാണ് മേയർ ഉന്നയിക്കുന്നത്. പക്ഷേ ഡ്രൈവർ അതെല്ലാം തള്ളിക്കളയുന്നു. തനിക്കെതിരെയാണ് ഇത്തരത്തിൽ മോശമായ പെരുമാറ്റമുണ്ടായത്. പക്ഷേ മറ്റൊരു കാര്യമുണ്ട്, ഇതിനുശേഷം മേയറെ ഫോണിൽ വിളിച്ച് ഇയാൾ ക്ഷമ ചോദിച്ചിരുന്നു. ക്ഷമ ചോദിക്കുമ്പോഴും മേയർ പറഞ്ഞത് നിയമ നടപടിയുമായി മുന്നോട്ട് പോകും,
അത് നെഗ്ലിജന്റ് ഡ്രൈവിങ്ങോ മറ്റു കാര്യത്തിലോ അല്ല. ഇതിന് മോശമായി സ്ത്രീകളോട് സംസാരിച്ചതിനെ വെറുതെ വിടാൻ കഴിയില്ല. അതിന് നിയമ നടപടിയായി മുന്നോട്ട് പോകുമെന്ന് താൻ വ്യക്തമാക്കിയിരുന്നു. ആ മാപ്പ് പറഞ്ഞ ഡ്രൈവർ പിന്നീട് എന്തിനാണ് അടുത്ത ദിവസം പരാതിയുമായി പോയത്? അതിനാണ് രാഷ്ട്രീയ ഇടപെടൽ മേയറും അതുപോലെ തന്നെ CPM സംശയിക്കുന്നത്. ഇന്നലെ ഇദ്ദേഹം TDF-ന്റെ നേതാവ് വിൻസെന്റ് MLA കണ്ടിരുന്നു. അതിനുശേഷമാണ് കേസുമായി മുന്നോട്ട് പോകാൻ തീരുമാനമായതെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയ ഇടപെടലുണ്ടെന്ന് മേയർ ആരോപിക്കുന്നു. ഏതായാലും പോലീസ് അന്വേഷണത്തിൽ കാര്യങ്ങൾ കുറെ കൂടി വ്യക്തമാകും. ആ യാത്രക്കാർ രണ്ട് തരത്തിലും രണ്ട് ഭാഗത്തു നിന്നും ഇപ്പോൾ മൊഴി നൽകുന്നുണ്ടെന്നാണ് അറിയാൻ ലഭിക്കുന്ന വിവരം. മേയറെയും കുടുംബത്തെയും പിന്തുണച്ചും ഡ്രൈവറെ പിന്തുണച്ചും മൊഴി നൽകുന്നുണ്ട്. കണ്ടക്ടറുടെ മൊഴി വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ടക്ടർ മേയറോടും മറ്റും വളരെ മാന്യമായാണ് സംസാരിച്ചത്. MLA-യോടും മറ്റും മാന്യമായി സംസാരിച്ചു എന്ന് മേയർ തന്നെ പറയുന്നുണ്ട്. കണ്ടക്ടർ ഭാഗം നല്ല രീതിയിൽ പെരുമാറ്റമുണ്ട്. പക്ഷെ ഡ്രൈവർ മാത്രമാണ് ഈ രീതിയിൽ ഇടപെട്ടത്. ഇയാൾ വളരെ അപകടകരമായി വണ്ടി ഓടിച്ച് ചോദ്യം ചെയ്തതിനാണ് ഇത്തരം മോശം പെരുമാറ്റമുണ്ടായത് എന്ന് മേയർ പറയുമ്പോൾ അങ്ങനെയല്ല. മേയറും കുടുംബവും എന്ന വാഹനമാണ് അലക്ഷ്യമായി ഓടിക്കുകയും തന്റെ സർവീസ് തടസ്സപ്പെടുത്തുന്ന വിധം, യാത്രക്കാർക്ക് ബുദ്ധിമുട്ടാകുന്ന വിധം പെരുമാറിയതെന്നും ഡ്രൈവറും പരാതിപ്പെടുന്നുണ്ട്. ഏറ്റവും വ്യക്തമാണ്. BV അരുണാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും KSRTC ഡ്രൈവറും മേയറും തമ്മിലുള്ള ഏറ്റുമുട്ടലിന്റെ വാക്കേറ്റത്തിന്റെയൊക്കെ നിർണായകമായിട്ടുള്ള ചില ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. ഈ ഡ്രൈവറുടെ ഭാഗത്താണ് ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉണ്ടായെങ്കിൽ ശക്തമായ നടപടി സ്വീകരിക്കണം. മറുവശത്ത് മേയർ അധികാരത്തിന്റെ ഹുങ്കാണ് കാണിച്ചതെങ്കിൽ അതും തിരുത്തപ്പെടേണ്ടതാണ്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം.